ഈ ആഗോള അയ്യപ്പ സംഗമം നടക്കുന്നതിന് 5 ദിവസം മുമ്പ് ഇത്തരത്തിൽ ഉള്ള 2 താങ്ങുപീഠം ഞാൻ നിർമ്മിച്ചു കൊടുത്ത് സ്ട്രോങ് റൂമിലുണ്ട്, ഇപ്പം അത് കണ്ടിട്ടില്ല, കാണാനില്ല എന്ന് ഇദ്ദേഹം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി മാധ്യമങ്ങളോട് പറയുന്നു. അതുപോലെ തന്നെ പല പ്രസ്താവനയും നടത്തുന്നു. അതിനുശേഷം അതിനെക്കുറിച്ചുള്ള അന്വേഷണമായി ഹൈക്കോടതി സ്ട്രോങ് റൂം പരിശോധിക്കാൻ പറയുന്നു. പരിശോധിക്കുമ്പോൾ അത് അവിടെ ഇല്ല. പിന്നെ അത് ആരോ അടിച്ചുകൊണ്ടുപോയതാണ്. പലതരത്തിൽ സോഷ്യൽ മീഡിയയിലടക്കം സ്വർണം കട്ടുകൊണ്ടുപോയി എന്നുള്ള ആക്ഷേപം വരുന്നു. അവസാനം അദ്ദേഹത്തിന്റെ ബന്ധുവിന്റെ വീട്ടിൽ നിന്ന് തന്നെ കിട്ടുന്നു. അപ്പൊ എന്തുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ഒരു നുണ പറഞ്ഞത്? ഇത്ര ഗൗരവമായിട്ടുള്ള കാര്യത്തിൽ ഒരു ഓർമ്മക്കുറവ് എങ്ങനെ വരും? അതൊരിക്കലും ഓർമ്മക്കുറവല്ലല്ലോ. ഈ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ഒരു 5 ദിവസം മുമ്പ് ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തുന്നു. പിന്നെ അതിൽ ഉറച്ചു നിൽക്കുന്നു. അവസാനം ദേവസ്വം വിജിലൻസ് വന്ന് കണ്ടുപിടിക്കുന്നത് വരെ അദ്ദേഹം മറിച്ചൊരു വാക്കും പറയുന്നില്ല. ഇപ്പോൾ അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ വീണ്ടും വിളിക്കുന്ന ഒരു സാഹചര്യമാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ആദ്യം ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചതായി പുറത്തു കൊണ്ടുപോകാൻ അനുവാദം മാനുവൽ പ്രകാരം 1950 മുതൽ പുറത്തു കൊണ്ടുപോകാൻ 50കളിൽ അനുവാദമില്ല. പക്ഷേ 2010ലും അതിനുശേഷവും എല്ലാം അവിടുത്തെ കൊടിമരമായാലും ഇത്തരത്തിൽ പുറത്തു കൊണ്ടുപോയി തന്ത്രിയുടെ റിട്ടേൺ നോട്ടിന്റെ ഭാഗമായിട്ട് പുറത്തു കൊണ്ടുപോയ ചരിത്രങ്ങൾ കൃത്യമായിട്ടുണ്ട്. 2023 മുതലാണ് ഹൈക്കോടതിയുടെ അനുവാദമുണ്ടെങ്കിൽ മാത്രമേ അവിടുത്തെ ഓരോ കാര്യങ്ങളും ചെയ്യാവൂ എന്ന് ഹൈക്കോടതിയുടെ ദേവസ്വം ഡിവിഷൻ ബെഞ്ച് പറഞ്ഞിരിക്കുന്നത്. ഇവിടെയും ഈ സെപ്റ്റംബർ മാസം 7-8 ദിവസങ്ങളിൽ ഇപ്പോൾ ഈ ചെന്നൈക്ക് ഇത് അയക്കുമ്പോഴും ഹൈക്കോടതിയുടെ ഒഫീഷ്യലായിട്ടുള്ള സ്പെഷ്യൽ കമ്മീഷണർ ഉണ്ട്. ആ കമ്മീഷണർ അനുവാദം വാങ്ങിച്ചിട്ടല്ല അടത്തിയെടുത്തത്. പിറ്റേ ദിവസം കൊണ്ടുപോകുന്ന ദിവസം വാക്കാലും റിട്ടേൺ ആയിട്ടുള്ള ഇൻഫർമേഷൻ കൊടുത്തു എന്നതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ കാര്യങ്ങളിലും വീഴ്ച പറ്റിയിട്ടുണ്ട്. അത് ഹൈക്കോടതിയുടെ ജഡ്ജ് അന്വേഷിക്കട്ടെ. ദേവസ്വം കമ്മീഷണറും SP ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരുടെ ഭാഗത്താണ് വീഴ്ചയെങ്കിലും കൃത്യമായി മാതൃകാപരമായിട്ടുള്ള നടപടി സ്വീകരിക്കണം. ഒരാളെയും സംരക്ഷിക്കുന്ന നിലപാട് ഒരാളും സ്വീകരിക്കില്ല. അത് തന്നെയാണ് ഗവൺമെന്റിന്റെ നിലപാട്.